ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെർട്ട് സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് ഒരു എക്സ്പെർട്ട് സിസ്റ്റം? എക്സ്പെർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ഒരു പർട്ടിക്കുലർ ഡൊമൈനിലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. സോ അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ സോൾവ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ് ഈ എക്സ്പെർട്ട് സിസ്റ്റംസ്. അപ്പോൾ അടുത്തതായിട്ട് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ പെർഫോമൻസ്, അണ്ടർസ്റ്റാൻഡബിൾ, റിലയബിൾ, ഹൈലി റെസ്പോൺസീവ്. അപ്പോൾ അടുത്തതായി എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചോ, ആ പ്രോബ്ലത്തിൻ്റെ റിസൾട്ട്സ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ അതൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കൺക്ലൂഷനിൽ എത്തി എന്നുള്ള അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സൊല്യൂഷനിലേക്ക് ഡെറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഡയഗ്നൈസ് ചെയ്യാൻ, ഡെമോൺസ്ട്രേറ്റിംഗ് ചെയ്യാൻ, അതുപോലെ ഈ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഹ്യൂമൻസിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ, അഡ്വൈസിങ് ചെയ്യാൻ, അതുപോലെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യാനും ഈ എക്സ്പെർട്ട് സിസ്റ്റം ഉപയോഗിച്ച് പറ്റും. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റത്തിന് പറ്റാത്ത ചില മേഖലകളുണ്ട്. അതായത് ഒരിക്കലും ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിന് ഒരു ഹ്യൂമൻ ഡിസിഷൻ മേക്കേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഹ്യൂമൻ കേപ്പബിലിറ്റീസിനെ പൊസസ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ നോളജ് ബേസിൽ ഉള്ള നോളജ് ഇനാഡിക്വേറ്റ് ആണെങ്കിൽ ഒരിക്കലും അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പെർട്ട് സിസ്റ്റത്തിന് പറ്റുകയില്ല. ഇനി ഇപ്പം എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസിൽ ഒരുപാട് നോളജുകളുണ്ട്. അപ്പോൾ ആ നോളജിനെ റിഫൈൻ ചെയ്യാനും ഇതിന് പറ്റുകയില്ല, സ്വയം റിഫൈൻ ചെയ്യാനും പറ്റത്തില്ല. അടുത്തതായി എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ പറ്റി നോക്കാം. എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിൽ നോളജ് ബേസ് ഉണ്ട്, ഇൻഫറൻസ് എഞ്ചിൻ ഉണ്ട്, യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. ഒരു ഫിഗറാണ് ഇവിടെ. ഹ്യൂമൻ എക്സ്പെർട്ട് ഉണ്ട്, നോളജ് എഞ്ചിനീയർ, നോളജ് ബേസ്, ഇൻഫറൻസ് എഞ്ചിൻ, യൂസർ ഇൻ്റർഫേസ്, യൂസർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പെർട്ട് സിസ്റ്റമാണ്. അപ്പോൾ ആ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ആ പർട്ടിക്കുലർ ഡൊമൈനിൽ കൂടുതൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഉണ്ടാവുമല്ലോ, അതാണ് ഈ ഹ്യൂമൻ എക്സ്പെർട്ട്. ഇനി ഈ ഹ്യൂമൻ എക്സ്പെർട്ടിൽ നിന്നും നോളജ് കളക്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അതാണ് നോളജ് എഞ്ചിനീയർ. ഇനി ഈ നോളജ് എല്ലാം കളക്ട് ചെയ്ത് ഈ നോളജ് ബേസിൽ കൊണ്ട് വെക്കും. അപ്പോൾ ഇഫ് ദെൻ റൂൾസ് എൽസ് റൂൾസ് ഇല്ലേ, അപ്പോൾ ആ ഫോർമാറ്റിലായിരിക്കും ഈ നോളജ് എല്ലാം കൂടെ നോളജ് ബേസിൽ വെക്കുന്നത്. ഇനി ഈ നോളജിൽ സർട്ടൻ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇൻഫറൻസ് എഞ്ചിൻസ് ഒരു റിസൾട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. ഈ യൂസർ അതൊരു എക്സ്പെർട്ട് ഒന്നും അല്ല. അപ്പോൾ ഈ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോളജ് ബേസ് ഇതെന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഡൊമൈൻ സ്പെസിഫിക് നോളജ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇൻ്റലിജൻസിനെ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നോളജ് ഉണ്ടായിരിക്കണം ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിനൊക്കെ. ഒരു എക്സ്പെർട്ട് സിസ്റ്റം സക്സസ് എപ്പോഴാണ് ആകുന്നത്? അവിടെ ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ നോളജ് ബേസിൻ്റെ അകത്ത് പ്രീസസും ഹൈലി അക്യുറേറ്റ് ആയിട്ടുള്ള നോളജുകൾ ഉണ്ടാകുമ്പോഴാണ്. ഇനി എന്താണ് നോളജ്? ഡേറ്റ എന്ന് പറഞ്ഞാൽ കുറേ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ്. ഇൻഫർമേഷൻസിനെ ഡേറ്റ ആൻഡ് ഫാക്ട്സ് ആയിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ഡൊമൈനിലെ ഇൻഫർമേഷൻസ് ആയിരിക്കും. ഡേറ്റ, ഇൻഫർമേഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഇതിനെയും നോളജ് എന്ന് വിളിക്കാം. നോളജ് ബേസിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിലെ നോളജ് ബേസ് ഫാക്ച്വലും ഹെറിസ്റ്റിക് ആയിട്ടുള്ള നോളജുകളും അതിനകത്തുണ്ട്. ഫാക്ച്വൽ നോളജ് എന്ന് പറയുമ്പോൾ നോളജ് എഞ്ചിനീയേഴ്സും സ്കോളേഴ്സും പർട്ടിക്കുലർ ടാസ്ക് ഡൊമൈനിലുള്ള നോളജ് എഞ്ചിനീയേഴ്സും സ്കോളേഴ്സും വൈഡ്ലി അക്സെപ്റ്റ് ചെയ്ത ഇൻഫർമേഷൻസ് ആണ് ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത്. ഹെറിസ്റ്റിക് നോളജ് എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ഇവാലുവേറ്റിംഗിൻ്റെ എബിലിറ്റി, ഗസ്സിങ്,
അല്ലെങ്കിൽ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്, പ്രാക്ടീസ്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന നോളജുകളൊക്കെ ഇല്ലേ, അതാണ് ഹെറിസ്റ്റിക് നോളജിലുള്ളത്. നെക്സ്റ്റ് ഈസ് നോളജ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നോളജ് ബേസിൽ ഒരുപാട് നോളജ് ഉണ്ട്. ഇവയെ ഓർഗനൈസ് ചെയ്യുകയും ഫോർമലൈസ് ചെയ്യുകയും ചെയ്യണം. ഇതിലുള്ള മെത്തേഡാണ് നോളജ് റെപ്രസെൻറ്റേഷൻ. ഇത് നമുക്ക് ഇഫ് ദെൻ എൽസ് റൂൾസിൽ ഇതിൻ്റെ ഫോർമുല റെപ്രസെൻറ്റ് ചെയ്യാം. നോളജ് അക്വിസിഷൻ. അപ്പോൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റം സക്സസ് ആകണമെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി, കംപ്ലീറ്റ്നെസ്, അക്യുറസി ഒക്കെ എന്ത് ബേസിലാണ്? ഈ നോളജ് ബേസിലുള്ള ഇൻഫർമേഷന് ഈ തരത്തിലുള്ള ക്വാളിറ്റി, കംപ്ലീറ്റ്നെസ്, അക്യുറസി ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് എക്സ്പെർട്ട് സിസ്റ്റം സക്സസ് ആകുന്നത്. അപ്പോൾ ഈ നോളജ് ബേസിൽ കുറേ നോളജ് കിട്ടുമെന്ന് പറഞ്ഞില്ല, ഇതെങ്ങനെ കിട്ടുന്നത്? ഇതെന്ന് പറയുന്നത് എക്സ്പെർട്സ്, സ്കോളേഴ്സ്, നോളജ് എഞ്ചിനീയേഴ്സ് അവരുടെയൊക്കെ കണ്ടെത്തലുകളിൽ നിന്നാണ് ഈ നോളജ് ബേസിൽ ഒരുപാട് നോളജുകൾ ഉണ്ടാവുകയും നോളജ് ബേസ് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. നോളജ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ക്വാളിറ്റീസ് ഓഫ് എംപതി, ക്വിക്ക് ലേണിംഗ്, കേസ് അനലൈസിങ് സ്കിൽസ് എന്നിങ്ങനെയുള്ള കുറച്ച് എബിലിറ്റീസ് ഒക്കെ ഈ നോളജ് എഞ്ചിനീയറിനുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളില്ലേ, ആ ആളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്നു. ആ ആളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടോ റെക്കോർഡിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഒബ്സർവ് ചെയ്തിട്ടോ ഒക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ആരാണ്? ഈ നോളജ് എഞ്ചിനീയർ. എന്നിട്ട് ഒരു മീനിങ് ഫുൾ വേയിൽ ഈ ഇൻഫർമേഷൻസിനെ കാറ്റഗറൈസ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഇഫ് ദെൻ എൽസ് റൂൾസ്. എന്നിട്ട് ഇത് ഇൻഫറൻസ് മെഷീൻസ് യൂസ് ചെയ്യുന്നു. നോളജ് എഞ്ചിനീയർ ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻഫറൻസ് എഞ്ചിൻ. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും റൂൾസും ഇൻഫറൻസ് എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത് ഇത് എസെൻഷ്യലാണ് ഇൻ ഡിറ്റക്റ്റിംഗ് എ കറക്റ്റ് ഓർ ഫ്ലോലെസ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ എക്സ്പെർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു കറക്റ്റും ഫ്ലോലെസ്സും ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് നമുക്ക് വേണമെങ്കിൽ ആ എക്സ്പെർട്ട് സിസ്റ്റത്തിലുള്ള ഇൻഫറൻസ് എഞ്ചിൻസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും റൂൾസും ഉണ്ടായിരിക്കണം. ഇപ്പം നോളജ് ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ ഈ ഇൻഫറൻസ് എഞ്ചിൻസ് നോളജിനെ കളക്ട് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ നോളജ് ബേസിലാണ് ഉള്ളത്. ഇനി റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കേസിലോ, അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഇപ്പം ഒരു നോളജ് ബേസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനകത്ത് കുറേ നോളജ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ട്സിൽ റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു ഫാക്റ്റ് കിട്ടും, അതിന് പിന്നെയും അതിൻ്റെ പുറത്ത് പിന്നെയും റൂൾ അപ്ലൈ ചെയ്യും. അങ്ങനെ കുറേ നോളജ് ഇവിടെ കളക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ്ലി ഈ ടാസ്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും ഈ റൂൾ ബേസ്ഡ് എക്സ്പെർട്ട് സിസ്റ്റത്തിൽ. അതുപോലെ നോളജ് ബേസിൽ പുതിയ നോളജുകൾ വല്ല ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ നോളജ് ബേസിൽ ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ, ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുമ്പം അത് 2 സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്, ഫോർവേഡ് ചെയിനിങ്ങും ബാക്ക്വേർഡ് ചെയിനിങ്ങും. ഫോർവേഡ് ചെയിനിങ് ഇവിടെ എന്ന് പറയുമ്പം വാട്ട് ക്യാൻ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സ്പെർട്ട് സിസ്റ്റം. ഇവിടെ ഇൻഫറൻസ് എഞ്ചിൻസ് കുറേ ചെയിൻ ഓഫ് കണ്ടീഷൻസും ഡെറിവേഷൻസും ഫോളോ ചെയ്യുന്നു. എന്നിട്ട് ഇതിലെല്ലാം കൂടെ നോക്കി ഒരു ഔട്ട്കത്തിലേക്ക് ഡെഡ്യൂസ് ചെയ്ത് എത്തുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കുറേ ഫാക്ട്സ് ഉണ്ട്, കുറേ റൂൾസ് ഉണ്ട്, അതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് പിന്നെ ഒരു സൊല്യൂഷനിലേക്ക് കൺക്ലൂഡ് ചെയ്ത് എത്തപ്പെടുന്നു. ഒരു കൺക്ലൂഷൻ, റിസൾട്ട് ഓർ എഫക്റ്റ്, ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്.
അതായത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് ഒരു എഫക്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റ്, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്താണ് എഫക്റ്റ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിലൂടെ എക്സാമ്പിളാണ്. ഇവിടെ കണ്ടോ, കുറച്ച് ഫാക്റ്റ് ഉണ്ട്. ഫാക്റ്റ് 1, ഫാക്റ്റ് 2, ഫാക്റ്റ് 3, ഫാക്റ്റ് 4. അപ്പോൾ അതിൽ റൂൾസ് അപ്ലൈ ചെയ്തു, ഡിസിഷൻ കിട്ടി. അതിൽ പിന്നെയും റൂൾസ് അപ്ലൈ ചെയ്തു, പിന്നെയും ഡിസിഷനിലേക്ക് അത് എത്തുന്നു. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ദിസ് ഹാപ്പൻഡ് എന്ന സ്ട്രാറ്റജിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പോൾ എന്താണ് ഓൾറെഡി അവിടെ സംഭവിച്ചത്? ഇതിൻ്റെ ബേസിസിൽ ഇൻഫറൻസ് എൻജിൻസ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഏത് കണ്ടീഷൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത് ഈ റിസൾട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ കോസ് ഓർ റീസൺ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡയഗ്നോസിസ് ഓഫ് ബ്ലഡ് ക്യാൻസേഴ്സ് ഇൻ ഹ്യൂമൻ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡിസിഷൻ 4ൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ട 2 ഡിസിഷൻ 1, ഡിസിഷൻ 2 അത് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഫാക്റ്റ് 1, ഫാക്റ്റ് 2, ഫാക്റ്റ് 3, ഫാക്റ്റ് 4 എന്ന ഈ ഫാക്ട്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ റിസൾട്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തിച്ചേരാനുള്ള കണ്ടീഷൻസ് ഫൈൻഡ് ചെയ്തു. ഇതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. അടുത്തത് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ യൂസർ, എക്സ്പെർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കുന്ന യൂസർ പിന്നെ എക്സ്പെർട്ട് സിസ്റ്റം അവർ തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്യണം. അതാണ് യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ ഇവിടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉണ്ട്, ആസ് ടു ബി യൂസ്ഡ് ബൈ ദ യൂസർ. അപ്പോൾ യൂസേഴ്സ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. കാരണം ആ പർട്ടിക്കുലർ യൂസർ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ടാസ്ക് ഡൊമൈനിൽ പ്രഗത്ഭനാണ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ എക്സ്പെർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന യൂസർ എക്സ്പെർട്ട് ആകണമെന്നില്ല. പക്ഷേ പർട്ടിക്കുലർ ആയിട്ടുള്ള ടാസ്ക് ഡൊമൈൻ ഉണ്ടല്ലോ, അതിൽ എക്സ്പെർട്ട് ആയിരിക്കും ചിലപ്പോൾ ഈ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസർ ഇൻ്റർഫേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റം ഇപ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റെക്കമെൻഡേഷനിൽ എക്സ്പെർട്ട് സിസ്റ്റം എത്തി. അപ്പോൾ ഇതെങ്ങനെ എത്തി എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ഈ യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ഈ എക്സ്പ്ലനേഷൻസ് അപ്പിയർ ചെയ്യുന്നത്. സ്ക്രീനിൽ നാച്ചുറൽ ലാംഗ്വേജിൻ്റെ ഫോമിൽ, സിമ്പിൾ ഇംഗ്ലീഷൊക്കെ ആയിരിക്കും, അതിൻ്റെ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അല്ലെങ്കിൽ വെർബൽ നറേഷനായിട്ട് നാച്ചുറൽ ലാംഗ്വേജ് കാണിക്കുന്നു. അല്ലെങ്കിൽ കുറേ റൂൾ നമ്പേഴ്സ് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഈ റൂൾ നമ്പേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ സൊല്യൂഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റൂൾസാണ് അവിടെ നമ്മൾ ഫോളോ ചെയ്ത് ഈ എക്സ്പെർട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നുള്ള റൂൾസ് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പം അതിൽ നിന്നും ഈ യൂസേഴ്സിന് എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന റൂൾസ് ഇവർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള റിസൾട്ടിലെത്തി, ഈ എക്സ്പെർട്ട് സിസ്റ്റം എത്തി എന്ന് ഈ യൂസേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നതിലൂടെ ഇത് ക്രെഡിബിലിറ്റി ഓഫ് ഡിഡക്ഷൻ, ഡിഡക്ഷൻ്റെ ക്രെഡിബിലിറ്റി ട്രേസ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. ഇനി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ട് സിസ്റ്റം യൂസർ ഇൻ്റർഫേസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചെറിയ ഒരു വേയിൽ നമുക്ക് ഗോൾസിനെ അക്കംപ്ലിഷ് ചെയ്യണം, നമുക്കല്ല യൂസേഴ്സിന്. അപ്പോൾ ഇതിന് ഈ എക്സ്പെർട്ട് സിസ്റ്റം യൂസർ ഇൻ്റർഫേസ് ഹെൽപ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള വർക്ക് പ്രാക്ടീസ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് ഡിസൈൻഡ് ആയിരിക്കണം. യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഈ ടെക്നോളജി അഡാപ്റ്റബിൾ ആയിരിക്കണം. യൂസർ ഇൻപുട്ടിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്തതായി എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടെക്നോളജിക്കും ഒരിക്കലും
എപ്പോഴും ഈസി ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫർ ചെയ്യാൻ പറ്റണമെന്നില്ല. വലിയ വലിയ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. മാത്രമല്ല അത് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, കമ്പ്യൂട്ടർ റിസോഴ്സുകൾ വേണ്ടി വരും. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ ലിമിറ്റേഷൻസ് വരാം. അതുപോലെ നോളജ് അക്വിസിഷൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ എക്സ്പെർട്ട് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ഹൈ ഡെവലപ്മെൻറ്റൽ കോസ്റ്റുമാണ്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം. അപ്പം പല ഡൊമൈൻസിൽ പല ഫീൽഡിൽ നമുക്ക് എക്സ്പെർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കാം. ഡിസൈൻ ഡൊമൈൻ, മെഡിക്കൽ ഡൊമൈൻ, മോണിറ്ററിംഗ് സിസ്റ്റം, പ്രോസസ് കൺട്രോൾ സിസ്റ്റംസ്, നോളജ് ഡൊമൈൻ, ഫിനാൻസ് ഓർ കൊമേഴ്സ്. ഡിസൈൻ ഡൊമൈൻ അതായത് ഈ ക്യാമറ ലെൻസൊക്കെ ഡിസൈൻ ചെയ്യുക, ഓട്ടോമൊബൈൽ ഡിസൈൻ ചെയ്യുക. ഇനി മെഡിക്കൽ ഡൊമൈൻ ആണെങ്കിൽ ഇപ്പം ഒരു ഹ്യൂമൻ, ആ ഹ്യൂമനിൽ കുറച്ച് മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തു. അപ്പോൾ ആ ഡേറ്റയൊക്കെ വെച്ചിട്ട് എന്തായിരിക്കും ഈ അസുഖത്തിന് കാരണം, ഇയാളുടെ അസുഖത്തിന് കാരണം എന്ന് ഡെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഡയഗ്നോസ് സിസ്റ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എക്സ്പെർട്ട് സിസ്റ്റംസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനി മോണിറ്ററിംഗ് സിസ്റ്റം ഇതെന്ന് പറയുമ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഒബ്സർവ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ഡേറ്റാസ് കമ്പയർ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ലോങ് ആയിട്ടുള്ള പെട്രോളിയം പൈപ്പ് ലൈൻ അതിൻ്റെ ലീക്കേജ് മോണിറ്റർ ചെയ്യുന്നു. അതൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബിഹേവിയറിലെ ഡേറ്റാസ് കമ്പയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി പ്രോസസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴോ, ഇതെന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു ബേസ്ഡ് ഓൺ മോണിറ്ററിംഗ്. നോളജ് ഡൊമെയിൻ ഇതെന്ന് പറയുമ്പോൾ വെഹിക്കിൾസിലെയും കമ്പ്യൂട്ടേഴ്സിലെയും ഫോൾട്ട്സിനെ ഫൈൻഡ് ചെയ്യുന്നു. ഫിനാൻസ് ഓർ കൊമേഴ്സ് ഇതെന്ന് പറയുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക, സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്, എയർലൈൻ ഷെഡ്യൂളിങ്, കാർഗോ ഷെഡ്യൂളിങ്, ഇവിടെയൊക്കെ ഇതുണ്ട്, ഈ എക്സ്പെർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യാം. അടുത്തത് എക്സ്പെർട്ട് സിസ്റ്റംസ് ടെക്നോളജി. സെവറൽ ലെവൽസ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം ടെക്നോളജീസ് ആർ അവൈലബിൾ. അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർസും ഉണ്ട്, ടൂൾസും ഉണ്ട്. വർക്ക് സ്റ്റേഷൻസ്, മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിംസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ഹൈ ലെവൽ സിംബോളിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ ലിസ്പും പ്രൊലോഗും യൂസ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊലോഗ് പ്രോഗ്രാമേഷൻ ഇൻ ലോജിക്. ഇവിടെ ലാർജ് ഡേറ്റാബേസുകൾ വേണ്ടി വരും. ഇനി ടൂൾസിൻ്റെ കാര്യത്തിലാണെങ്കിലോ, അപ്പോൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് എത്രത്തോളം എഫർട്ട് കുറയ്ക്കാം, എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാം എന്നതൊക്കെ ഈ ടൂൾസ് ഏത് ടൂൾസാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പവർഫുൾ എഡിറ്റേഴ്സ് ആൻഡ് ഡീബഗിംഗ് ടൂൾസ് വിത്ത് മൾട്ടി വിൻഡോസ്. ആൻഡ് ഇത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് മോഡൽ, നോളജ് റെപ്രസെൻറ്റേഷൻ, ഇൻഫറൻസ് ഡിസൈൻ ഡെഫിനിഷൻസ് ഉണ്ട്. ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെർട്ട് സിസ്റ്റം തന്നെയാണ്, പക്ഷെ അത് നോളജ് ബേസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതെന്ന് പറയുമ്പോൾ നോളജ് അക്വിസിഷൻ, ഇൻഫറൻസ് എൻജിൻ, യൂസർ ഇൻ്റർഫേസ്, എക്സ്പ്ലനേഷൻ ഫെസിലിറ്റി ഇതൊക്കെ ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് ജാവ എക്സ്പെർട്ട് സിസ്റ്റവും വിദ്വാനും. ജാവ എക്സ്പെർട്ട് സിസ്റ്റം ഇതെന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ജാവ API, ഫുള്ളി ഡെവലപ്ഡ് ജാവ API ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. വിദ്വാൻ ഇത് 1993 നാഷണൽ സെൻറ്റർ ഫോർ സോഫ്റ്റ്വെയർ ടെക്നോളജി മുംബൈയാണ് ഡെവലപ്പ് ചെയ്തത്. ഇതെന്ന് പറയുമ്പോൾ ഇത് നോളജ് എൻകോഡിങ്ങിനെ എനേബിൾ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഇഫ് ദെൻ റൂൾസ്. അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റംസ്. അപ്പോൾ ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഐറ്ററേറ്റീവ് ആണ്. എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്പിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോബ്ലം ഡൊമൈൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം ഡൊമൈനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പം ഈ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അതൊരു എക്സ്പെർട്ട് സിസ്റ്റത്തിന് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഡൊമൈൻ നമ്മൾ സെലക്ട് ചെയ്ത് അപ്പം അതിന് ചേർന്ന അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഡൊമെയിനിൽ വരുന്ന കുറച്ച് സ്റ്റെപ്പുകൾ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഏത് എക്സ്പെർട്ട് സിസ്റ്റം ടെക്നോളജിയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റ് പല സിസ്റ്റംസും ഡേറ്റാബേസും തമ്മിൽ എത്രത്തോളം ഇൻ്റഗ്രേഷൻ ഉണ്ടാവണം, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിനെപ്പറ്റി ഒക്കെ നോക്കുകയും ചെയ്യുകയാണ് ഈ ഡിസൈൻ സിസ്റ്റത്തിൽ വന്ന മറ്റൊരു കാര്യം. മാത്രമല്ല എങ്ങനെ നമുക്ക് ഈ കൺസെപ്റ്റ്സിനെ ഡൊമെയിൻ നോളജിൽ ബെസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് റിയലൈസ് ചെയ്യുകയും ഈ ഡിസൈൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി പ്രോട്ടോടൈപ്പിനെ ഡെവലപ്പ് ചെയ്യാം ഫ്രം നോളജ് ബേസ്. ഇപ്പോൾ ഒരു നോളജ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന അക്വയർ ഡൊമെയിൻ നോളജ് ഫ്രം ദ എക്സ്പെർട്ട് സിസ്റ്റം. എക്സ്പെർട്ട് സിസ്റ്റത്തിൽ നിന്നും ഡൊമെയിൻ നോളജ് അക്വയർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇഫ് ദെൻ എൽസ് റൂൾസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ പ്രോട്ടോടൈപ്പും ഡെവലപ്പ് ചെയ്ത് ഇനി അടുത്ത എന്താ, പ്രോട്ടോടൈപ്പിനെ ടെസ്റ്റ് ചെയ്യുകയും റിഫൈൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നോളജ് എഞ്ചിനീയേഴ്സ് സാമ്പിൾ കേസ് യൂസ് ചെയ്യുന്നു ഈ പ്രോട്ടോടൈപ്പിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാണ്, ഇതിൻ്റെ പെർഫോമൻസ് ഡെഫിഷ്യൻസീസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ പ്രോട്ടോടൈപ്സ് ഈ എൻഡ് യൂസേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നു. ഡെവലപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ എക്സ്പെർട്ട് സിസ്റ്റംസ്. ഇവിടെ ടെസ്റ്റിംഗ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റിലുള്ള എല്ലാ എലമെൻസും ഇല്ലേ അവ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഈ എൻവയോൺമെൻറ്റിലെ എല്ലാ എലമെൻസ് എന്ന് പറഞ്ഞാൽ എൻഡ് യൂസേഴ്സ്, ഡേറ്റാബേസ്, അതുപോലെ മറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അപ്പോൾ അവർ തമ്മിലെല്ലാം പ്രോപ്പറായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടോ, അതൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റ് റെഡിയായി, ഈ എക്സ്പെർട്ട് സിസ്റ്റം പ്രൊജക്റ്റ് റെഡിയായി. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. എന്നിട്ട് എക്സ്പെർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യണം യൂസേഴ്സിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, ആ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, നോളജ് ബേസിനെ അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ്, എപ്പോഴും റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട്. മാത്രമല്ല cater for new interfaces with other information system. ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പുതിയ ഇൻ്റർഫേസുകളും മറ്റ് പല ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉള്ള പുതിയ ഇൻ്റർഫേസുകളൊക്കെ കേറ്റർ ചെയ്യുകയും വേണം. അതായത് പുതിയ ഇൻ്റർഫേസസ് ഉള്ള ഈ അതർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉള്ള ന്യൂ ഇൻ്റർഫേസസ് കേറ്റർ ചെയ്യുകയും വേണം. കാരണം സിസ്റ്റംസ് ഇവോൾവ് ചെയ്യുകയല്ലേ, ഇവോൾവ് ചെയ്യുന്ന സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റംസ്: അവൈലബിലിറ്റി, ലെസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, സ്പീഡ്, ലെസ് എറർ റേറ്റ്, റെഡ്യൂസിങ് റിസ്ക്, സ്റ്റഡി റെസ്പോൺസ്. അപ്പോൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി, സോഫ്റ്റ്വെയർ കൂടുതൽ വലിയ എമൗണ്ടിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഈസിലി അവൈലബിൾ ആണ്. ലെസ് പ്രൊഡക്ഷൻ കോസ്റ്റ് റീസണബിൾ ആണ്, ഇതിനെ എളുപ്പത്തിൽ അഫോർഡബിൾ ആക്കുന്നു. ഇതിനെ അഫോർഡബിൾ ആക്കുന്നു. അടുത്ത സ്പീഡ്, ഇത് ഗ്രേറ്റ് സ്പീഡ് ഓഫർ ചെയ്യുന്നു. അപ്പം ഓരോ ഇൻഡിവിജ്വൽസും ചെയ്യുന്ന ആ വർക്ക് ചെയ്യാനുള്ള ആ ടൈം അത് റെഡ്യൂസ് ചെയ്യുന്നു. ലെസ് എറർ റേറ്റ്, ഒരു ഹ്യൂമനേക്കാളും കുറച്ച് എററല്ലേ എക്സ്പെർട്ട് സിസ്റ്റംസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എറർ റേറ്റ് വളരെ ലോ ആണ് ഹ്യൂമൻ എറേഴ്സ് വെച്ച് കമ്പയർ നോക്കുമ്പോൾ. റെഡ്യൂസിങ് റിസ്ക്, അതായത് പല ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻസിന് ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അവിടെ ഇതിന് വർക്ക് ചെയ്യാം. സ്റ്റഡി റെസ്പോൺസ്, അപ്പോൾ ഈ ഹ്യൂമൻസിനൊക്കെ ഉണ്ടാകുന്ന ഇമോഷണൽ, ടെൻസ്ഡ്, ഫാറ്റിഗ്ഡ് ഫീലിങ്സ് ഒന്നും ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിന് ഇല്ല, ഇത് സ്റ്റഡിലി വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.